ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ മഴ. ഉടുമ്പൻചോലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുകയാണ്. ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചു. കല്ലാർപുഴ കരകവിഞ്ഞൊഴുകുന്നു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. തൊടുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറി. ജെയിൻ എസ് രാജു ഉണ്ട് വിവരങ്ങളുമായി. ജെയിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് നിലവിലെ അവസ്ഥ? ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. കർഷകർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലേ? മോത്തി, ജില്ലയിലെ 5 താലൂക്കുകളിൽ 4 താലൂക്കുകളിലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വളരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ഏതാണ്ട് 100 മില്ലിമീറ്ററിലധികം മഴ 4 താലൂക്കുകളും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഉടുമ്പൻചോല താലൂക്കിൽ മാത്രമാണ് ഏതാണ്ട് 45 മില്ലിമീറ്റർ മാത്രമാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ അളവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കണക്കെടുത്തതിന് ശേഷം വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ ആ മേഖലയിൽ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. നമ്മൾ ഇപ്പോൾ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് തൊടുപുഴ താലൂക്കിലും അതോടൊപ്പം തന്നെ ദേവികുളം പീരുമേട് താലൂക്കിലാണ്. പീരുമേട് താലൂക്കിൽ 148.1 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ആ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി വരും ദിവസങ്ങളിൽ കുട്ടനാട് അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളം എന്ന് പറയുന്നത് പീരുമേട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പെയ്യുന്ന മഴയിലൂടെ എത്തുന്ന വെള്ളമാണ്. ദേവികുളം 113 മില്ലിമീറ്റർ, തൊടുപുഴ 131 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മഴയുടെ അളവ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൊടുപുഴ ആറിൻ്റെ ദൃശ്യങ്ങളാണ്. തൊടുപുഴ ആറിപ്പോൾ ഒഴുകുന്നത് ഏതാണ്ട് കരതൊട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കാണുന്ന സർവീസ് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത് താഴ്ന്ന മേഖലയാണിത്. ഒറ്റപ്പെട്ട ചില മേഖലകളിലാണ് താഴ്ന്ന പ്രദേശങ്ങൾ. ആ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാത്രിയാണ് കൂടുതൽ ജലനിരപ്പ് ഉയർന്നത്. കാരണം മലങ്കര ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു. ഇതിനെ തുടർന്ന് KSRTC ബസ് സ്റ്റാൻഡിലെ ഡിപ്പോയിൽ വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുന്ന ഭാഗത്ത് വെള്ളം കയറിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാഞ്ഞിരമറ്റ മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഇത് തൊടുപുഴ നഗരത്തിനകത്ത് റിവർ വ്യൂ റോഡിൻ്റെ ഭാഗമാണ്. റിവർ വ്യൂ റോഡിൻ്റെ എതിർദിശയിലുള്ള പുഴയോരത്തോടെയുള്ള ബൈപ്പാസ് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിന് സമീപത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആളുകൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. നിലവിൽ മത്സ്യബന്ധനം നടത്തുന്നത് നിയമപരമല്ല എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അപകട സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് നിരോധനമുള്ള ഒരു സമയം കൂടിയാണ്. ഡാമുകളുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഡാമുകളുടെ കാര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. 133.65 അടിയാണ് ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് ഡാമിലെ ജലനിരപ്പ്. 136 അടിയിൽ ജലനിരപ്പ് എത്തിയാൽ ഡാമിൻ്റെ ഷട്ടർ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. ഇടുക്കി ഡാമിലെ ജലനിരപ്പും ഉയരുകയാണ്. 2356.6 അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം 51% സംഭരണശേഷിയുടെ 51% വെള്ളം മാത്രമാണ് ഇടുക്കി ഡാമിലുള്ളത്. പക്ഷേ മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 25 അടി വെള്ളം കൂടുതലാണ്. മോത്തി, ശരി. ജെയിൻ എസ് രാജുവാണ് വിശദവിവരങ്ങൾ നൽകിയത്.